ബീർഷബയിൽ ഇറാന്റെ മിസൈൽ ആക്രമണ ശ്രമം തകർത്തെന്ന് ഇസ്രായേൽ. ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിനാണ് ഇറാൻ ശ്രമിച്ചത്. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ഇസ്രായേൽ നടത്തുന്ന ശക്തമായ ആക്രമണത്തെ ചെറുക്കാൻ ഇറാൻ ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെങ്കിൽ അതൊക്കെ വിഫലമായി പോകുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ബീർഷബയിൽ ഇറാന്റെ മിസൈൽ ആക്രമണ ശ്രമം തകർത്തുവെന്ന് ഇസ്രായേൽ പറയുന്നതും ഈ ഘട്ടത്തിലാണല്ലോ. ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിനാണ് ഇറാൻ ശ്രമിച്ചത് എന്ന് ഇസ്രായേൽ രേഖപ്പെടുത്തുന്നു. കൂടുതൽ വിവരങ്ങൾ ഐസൺ ജോസ്. തീർച്ചയായും ഒരു ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിനുള്ള ഒരു നീക്കം നടത്തി. ആ നീക്കം പൂർണ്ണമായും പരാജയപ്പെട്ടു എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ അറിയിക്കുന്നത്. ഇറാൻ്റെ ബീർഷബയിലേക്ക് വന്ന മിസൈൽ തടഞ്ഞു. അത് കൃത്യമായും ഇൻ്റർസെപ്റ്റ് ചെയ്ത് തകർത്ത് കളഞ്ഞു എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം, ഇക്കഴിഞ്ഞ ദിവസവും സമാനമായി ഇതേ ആശുപത്രിക്ക് നേരെ ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യം ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇറാൻ ലക്ഷ്യം വയ്ക്കുന്നത് സാധാരണ മനുഷ്യരെയും അതുപോലെ ആശുപത്രികളിലെയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രദേശങ്ങളെയും കെട്ടിടങ്ങളെയുമാണ് എന്ന് കൃത്യമായ ഒരു ആരോപണം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ആ ആരോപണത്തെ ശരിവയ്ക്കുന്ന ഒരു നീക്കമാണ് ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്തു നിന്ന് വീണ്ടും ഉണ്ടായിരിക്കുന്നത്. ഇത് ഏറെ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. എന്തു തന്നെയായാലും ഇസ്രായേലിനെതിരെ അയച്ച മിസൈൽ തകർത്തുവെങ്കിൽ കൂടി ഈ തകർത്തതിന് ശേഷവും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് വീണ്ടും ആക്രമിക്കാനുള്ള സ്വഭാവം കാണിക്കുക, ആ ആക്രമിക്കുന്നത് തന്നെ ഇത്തരത്തിലുള്ള സാമൂഹ്യ കേന്ദ്രങ്ങൾ, അതായത് ആശുപത്രിയൊക്കെ പോലുള്ള സംവിധാനങ്ങളെ ആക്രമിക്കുക, അത്തരത്തിലുള്ള കേന്ദ്രങ്ങളെ, മനുഷ്യവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തി മനുഷ്യരെ കൊല്ലുന്ന ഒരു നീക്കം നടത്തുന്നു. കുട്ടികളെയും സ്ത്രീകളെയൊക്കെ ലക്ഷ്യം വയ്ക്കുന്ന ഒരു സ്വഭാവം കാണിക്കുന്നു എന്നത് അതീവ ഗുരുതരമായൊരു വിഷയമാണ് എന്നും അറിയിക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, അതിശക്തമായ ആക്രമണം ഇറാന് നേരെ ഇസ്രായേൽ നടത്തുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന മരണങ്ങളും അതുപോലെ തന്നെ ഈ ആണവ കേന്ദ്രങ്ങളിൽ ഉണ്ടാകുന്ന ആണവ കേന്ദ്രങ്ങളിലെ ജീവനക്കാർ അത്തരത്തിലുള്ള അവിടെ വിന്യസിച്ചിരിക്കുന്ന സൈന്യം എന്നല്ലാതെ സാധാരണക്കാർക്ക് നേരെ ഇസ്രായേൽ ലക്ഷ്യം വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ലക്ഷ്യം വയ്ക്കുന്നത് സാധാരണക്കാരെ ആവുമ്പോൾ അതീവ ഗൗരവത്തോടെ ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ. തീർച്ചയായും വലിയൊരു പ്രതിഷേധം തന്നെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷ അവസ്ഥ ലഘൂകരിക്കാൻ അമേരിക്ക പോലുള്ള രാഷ്ട്രങ്ങളുടെ ഇടപെടൽ ഉണ്ടാകുന്നുണ്ടല്ലോ. അതെത്രമാത്രം അതെന്തെങ്കിലും തരത്തിൽ അതിന് ഒരു പ്രതീക്ഷ നമുക്ക് പുലർത്താൻ കഴിയുന്നുണ്ടോ ഐസൺ? തീർച്ചയായും വിനോദ്, അമേരിക്കയുടെ ഇടപെടൽ പ്രതീക്ഷ നൽകുന്നുണ്ട് എന്നാണ് ഇന്നലെ പുറത്തു വന്ന വാർത്തകളും ഇന്ന് അനുബന്ധമായി പുറത്തു വന്ന വാർത്തകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചില ഇടപെടലുകൾ കൃത്യമായും അമേരിക്കയുമായി ചർച്ച ചെയ്യുന്നതിന് നേരത്തെ നമുക്കറിയാവുന്നതാണ്. ആണവ സംവിധാനങ്ങളെക്കുറിച്ച്, ആണവ വിഷയത്തെക്കുറിച്ച്, ആണവ നിരായുധീകരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനുള്ളൊരു തീരുമാനം ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ഇറാനും അമേരിക്കയും തമ്മിലുണ്ടാവുകയും അത് 5 ഘട്ടങ്ങളിലായി അതിൻ്റെ ചർച്ചകൾ നടക്കുകയും ചെയ്തു. വീണ്ടും 6ാം ഘട്ടം ചർച്ചയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ സംഭവവികാസങ്ങളെല്ലാം ഉണ്ടാവുകയും ആണവ ചർച്ചകൾ അമേരിക്കയുമായി നിർത്തിവെക്കുകയും ചെയ്തത് ഇറാൻ. സ്വാഭാവികമായും അതിനുശേഷം അതിശക്തമായ ആക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതോടെ ചർച്ചകൾക്ക് തയ്യാറാണെന്നും അക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് അമേരിക്കയുമായി നിരവധി ഫോൺ കോളുകൾ ഉണ്ടായി എന്ന വിവരങ്ങളും, സ്റ്റീവ് വിറ്റ്കോഫുമായിട്ട് ഒക്കെ നിരവധി തവണ ഫോൺ കോളുകൾ ഉണ്ടായി ഇറാൻ്റെ ഭാഗത്തു നിന്നും. ആ ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഫോൺ കോളുകളിൽ ഒരു പ്രധാന ആവശ്യം ഇത്തരത്തിലുള്ള ആക്രമണം നിർത്തുക ഇസ്രായേൽ എന്നൊരു പ്രധാന നീക്കം തന്നെയാണ്. പ്രത്യേകിച്ച് ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നത് നിർത്തുക എന്നൊരു പ്രധാന ആവശ്യം തന്നെയാണ്. ഇന്ന് തുടർ ചർച്ചകൾ അതിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ജനീവയിലേക്ക് പോകുകയാണ് ഇന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി. ജനീവയിൽ എത്തിയെന്നാണ് വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമാകുന്നത്. യൂറോപ്യൻ 3 രാജ്യങ്ങളുമായി ചർച്ചകൾ നടത്തുന്നു. ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിലെ മന്ത്രിമാരുമായി ചർച്ച നടത്തുകയാണ് ഈ യാത്രയുടെ ലക്ഷ്യം. അത്തരത്തിൽ ചർച്ച നടത്തുന്നത് വഴി ഈ വെടിനിർത്തൽ തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്ന ഒരാവശ്യവും. ആണവ സമ്പുഷ്ടീകരണം നിർത്തിവെക്കണമെന്നൊരാവശ്യം ഈ 3 രാജ്യങ്ങളും നേരത്തെ അമേരിക്കയും എല്ലാം തന്നെ ഇറാനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇറാൻ അതിന് തയ്യാറാകുന്നുമുണ്ട് എന്നതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിലൊരു ഇടപെടൽ സാധ്യമാകുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായും അത്തരത്തിലൊരു നല്ല നീക്കങ്ങളായി അത് മാറുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. വ്യക്തമാണ്. ഇറാന്റെ മിസൈൽ ആക്രമണ ശ്രമത്തെ ഇസ്രായേൽ കൃത്യമായി പ്രതിരോധിച്ചിട്ടുണ്ട് എന്ന് ഇസ്രായേൽ തന്നെ അവകാശപ്പെടുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ്.